ഇഞ്ചപ്പാറയിൽ വീണ്ടും പുലിയിറങ്ങി. പാറപ്പുറത്ത് നിൽക്കുന്ന പുലിയുടെ ദൃശ്യം 24-ന്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അത് കിട്ടി നമ്മളെ കണ്ടു. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെയും പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന മേഖലയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഇഞ്ചപ്പാറ മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ ഏറ്റവും ആദ്യം 24 ആണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രദേശവാസിയായ ഒരു കർഷകനായ ചെറുപ്പക്കാരനാണ് ആ ദൃശ്യങ്ങൾ എടുത്തത്. അന്ന് വനംവകുപ്പ് ആ പ്രദേശത്ത് സന്ദർശിക്കുകയും ആ മേഖല മുഴുവൻ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ മേഖലയിൽ ഒരു കൂട് സ്ഥാപിച്ച് ആടിനെ പോലും അവിടെ ഇട്ടിരുന്നു. എന്തായാലും പുലി ആ മേഖലയിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും കടന്നു വന്നിരുന്നില്ല. പിന്നീട് ആ പരിശോധനകളുടെ ഭാഗമായി അവിടെ ഒരു ക്യാമറ അടക്കം സ്ഥാപിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് വനംവകുപ്പ് കടന്നിരുന്നു. പക്ഷേ അതിന് തൊട്ടടുത്ത മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇന്നലെ 6:30 മണിയോടുകൂടി ഇത്തരത്തിലൊരു വലിയ ശബ്ദം കേൾക്കുന്നത്. അപ്പോഴാണ് ആ പ്രദേശവാസിയായ ജോസിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ ജോസ് ആ പ്രദേശത്ത് പരിശോധന നടത്തി. അങ്ങനെ രണ്ടുപേർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ കുറെ നേരം ആ മേഖലയിൽ തന്നെ ഇരുന്നു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അത് അസ്വാഭാവികമായ ശബ്ദമാണെന്ന് ആ പ്രദേശവാസികൾ തിരിച്ചറിയുകയായിരുന്നു. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ പുലി ആ പാറപ്പുറത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചത്. ഉടൻ തന്നെ മൊബൈൽ ക്യാമറ ഓണാക്കി പരമാവധി സൂം ചെയ്ത് എടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. എന്തായാലും ആ പുലി ആ മേഖലയിൽ നിന്ന് പോയിട്ടില്ല. അന്ന് കണ്ട അതേ പുലി തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഈ മേഖലയിൽ കൂട് സ്ഥാപിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്.